തെരഞ്ഞെടുപ്പ് നിലപാടിനെ ചൊല്ലി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ ഭിന്നത രൂക്ഷം. ഇടതുമുന്നണിക്ക് പരോക്ഷ പിന്തുണയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റിനെ തള്ളി ജനറൽ സെക്രട്ടറി. സംഘടന ഒരു മുന്നണിയെയും പിന്തുണക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ജനറൽ സെക്രട്ടറി ദേവസ്വം മേച്ചേരി കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു. ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല, മറ്റൊരു പ്രദേശത്തേക്കും പോകാൻ ഇപ്പം ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. കോവിഡ് കാലഘട്ടത്തിൽ കോവിഡിൻ്റെ മറവിൽ ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ട് ഓൺലൈൻ വ്യാപാരം ചെയ്യാനുള്ള സാഹചര്യമാണ് സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കി കൊടുത്തത്. കച്ചവടക്കാരെ നിക്ഷൂരമായി കടയ്ക്കകത്ത് വെച്ചും കടയ്ക്ക് പുറത്തു വെച്ചും ക്രൂരമായ മർദ്ദിച്ച സാഹചര്യമാണ് കണ്ണൂരിലും കേരളത്തിലും എമ്പാടും ഉണ്ടായത്. ഇടതുപക്ഷ അനുകൂലമായ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയതായി ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞങ്ങളങ്ങനെ ഇടതുപക്ഷത്തെയും UDF-നെയും NDF-നെയും പൂർണ്ണമായും എഴുതിത്തള്ളുന്നില്ല. എല്ലാവരുടെയും പിന്തുണയ്ക്കായി ഞങ്ങൾ ശ്രമിക്കും. കേരള നിയമസഭയിൽ മത്സരിക്കുന്ന 140 നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 3 മുന്നണി സ്ഥാനാർത്ഥികളുമായി ആശയവിനിമയം നടത്തും. കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കതീതമായി ചിന്തിക്കുന്നവരാണ്. ഒരാളോടും ശത്രുതയില്ല. എല്ലാവരോടും വളരെ പ്രതിബദ്ധതയും സഹകരണ മനോഭാവമാണ്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, വളരെ ഐക്യത്തിൽ പോയിരുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ നിലപാടിനെ ചൊല്ലി ഈ സംഘടനയിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. അതിനുശേഷം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ സംഘടനയിൽ വലിയ ചർച്ചയായത്. LDF സർക്കാർ വ്യാപാരികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം. ഈ ഓൺലൈൻ വ്യാപാര മേഖല ഓൺലൈൻ വ്യാപാര മേഖലയിലേക്ക് ചുവടുവെച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മൻമോഹൻ സിംഗിന്റെ സർക്കാരാണെന്നും മോദി സർക്കാർ അതേ പാത പിന്തുടരുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഇടത് നിലപാടിനെ രാജു അപ്സര പ്രകീർത്തിച്ചത്. കഴിഞ്ഞ ബജറ്റിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകിയ നിവേദനത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഈ രാജു അപ്സര പറഞ്ഞിരുന്നു. ഇതോടെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടത്തേക്ക് എന്ന പ്രചരണവും ശക്തമായി. ഈ വലിയ ആശയക്കുഴപ്പമാണ് ഇത് സംഘടനയിൽ ഉണ്ടാക്കിയത്. ഈ രാജു അപ്സരയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തകളും ആ രീതിയിൽ തന്നെയാണ് വന്നത്. അതായത് ഇടതുമുന്നണിക്ക് പിന്തുണ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഉണ്ടായത്. ഈ സംസ്ഥാന പ്രസിഡന്റിനെ ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ദേവസ്വം മേച്ചേരി ഇപ്പോൾ കണ്ണൂർ കൃഷ്ണനോട് സംസാരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളിലും വ്യാപാരി ദ്രോഹ സമീപനം ഉണ്ട് എന്ന് ദേവസ്വം മേച്ചേരി വ്യക്തമാക്കുകയാണ്. അതായത് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിന്റെ നേരെ വിപരീതമായാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ദേവസ്വം മേച്ചേരി ഇന്ന് ഞങ്ങളോട് സംസാരിച്ചത്. LDF-നെ പിന്തുണക്കാൻ തീരുമാനിച്ചിട്ടില്ല. സംഘടന ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല, സമദൂരത്തിൽ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തുടരും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 3 മുന്നണികളുമായും ചർച്ച നടത്തും. മുന്നണികളുടെ പ്രകടന പത്രിക കൂടി സംഘടന വിശദമായി പരിശോധിക്കുമെന്നും ദേവസ്വം മേച്ചേരി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സംഘടനയിൽ ഈ വിഷയം വലിയ ചർച്ചയാണ്. ആശയക്കുഴപ്പം രൂക്ഷമാണ്. ഈ വ്യാപാരികൾക്കിടയിലെ ഈ ആശയക്കുഴപ്പത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദേവസ്വം മേച്ചേരി ഇപ്പോൾ നിലപാട് കണ്ണൂർ കൃഷ്ണനിലൂടെ വ്യക്തമാക്കിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് സംഘടനകളുടെ എല്ലാ തലത്തിലും ഇപ്പോൾ യോഗങ്ങൾ നടക്കുകയാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നതിന് ശേഷം വലിയ രീതിയിൽ സംഘടനയിൽ ഒരു കൊഴിഞ്ഞുപോക്ക് പോലും സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം അതുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നേതാക്കളോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ദേവസ്വം മേച്ചേരി ഇപ്പോൾ അത്തരമൊരു സമീപനം, അതായത് ഇടതുമുന്നണിയെ പൂർണ്ണമായും പരസ്യമായി പിന്തുണക്കുന്ന ഒരു നിലപാട് സംഘടനയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമദൂര സിദ്ധാന്തത്തിൽ തന്നെ നിൽക്കുകയാണ് തങ്ങൾ എന്ന് വ്യക്തമാക്കിയത്. അതായത് സംസ്ഥാന പ്രസിഡന്റിനെ പൂർണ്ണമായും തള്ളുകയാണ് ജനറൽ സെക്രട്ടറി ദേവസ്വം മേച്ചേരി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അർജുൻ.